എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മുടെ സിയോങ്ങും സോളും കൂടി സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അവിടെ നമ്മളുടെ സോള് ചോദിക്കും, അല്ല നിനക്ക് എന്നെ ഒട്ടും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ നീ ആ മരുന്ന് എടുക്കാത്തത്? ഉടനെ തന്നെ നമ്മളുടെ സിയോങ് പറയും, അങ്ങനെയൊന്നുമല്ല, എനിക്ക് യഥാർത്ഥത്തിൽ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയണമായിരുന്നു. എൻ്റെ എനർജി എല്ലാം പോയി ഞാൻ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് സത്യം അറിയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇവിടെയായിട്ട് നമ്മുടെ സോളെല്ലാം പറയും, അതായത് അവൾക്ക് ആ മരുന്ന് കൊടുക്കുന്നത് നമ്മുടെ ജിന്നാണെന്നും പോരാത്തതിന് നമ്മുടെ ബൂയോങ്ങിനെ പറ്റി, അതായത് നക്സുനെ പറ്റിയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള റൂമേഴ്സ് പരത്തുന്നതെല്ലാം ജിന്നാണ് എന്ന്. ഇതൊക്കെ കേൾക്കുന്നതും സിയോങ്ങിന് ഭയങ്കര ദേഷ്യം വരും. അവനവിടെ പറയും, ഇനി മേല നമ്മൾ രണ്ടുപേരും മീറ്റ് ചെയ്യാനും പാടില്ല, നമ്മൾ രണ്ടുപേരും ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവനവിടെ നിന്നങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ജിൻചോയിനെയാണ്. അവളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ പാക് ജിന്നിനെ കണ്ടിട്ട് അവൻ അവൾക്ക് കൊടുത്ത ഗിഫ്റ്റിന്റെ ബോക്സ് ഇല്ലേ, അതങ്ങ് തിരിച്ചു കൊടുക്കും. ഇത് കാണുന്നേ നമ്മളുടെ പാക് ജിന്നിന് ഭയങ്കര സങ്കടമാവുമെങ്കിലും അവനത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ലവേഴ്സ് തമ്മിൽ കൈമാറുന്ന ഒരു മന്ത്രം പോലത്തെ ഒരു സംഭവമായിരുന്നു. ഇത് കണ്ട് അവൻ ഷോക്കാവും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിൻചോയി ആണെങ്കിൽ അവൻ കൊടുത്ത ആ ഹെയർ പിന്നില്ലേ അത് അവളുടെ തലയിലായിട്ട് കുത്തും. എന്നിട്ട് അവനൊരു ഉമ്മയും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ബുയോങ്ങിനെയാണ്. അവൾ ഉറക്കം എഴുന്നേക്കാൻ നേരത്ത് അവൾക്ക് നമ്മുടെ മുതോക്കിന്റെ കുറേ ഓർമ്മകളൊക്കെ വരും. അവൾക്ക് തന്നെ മനസ്സിലാവത്തില്ല ഇവിടെ എന്തോ സംഭവിക്കുന്നതെന്ന്. അവൾ വിചാരിക്കുന്നതന്നെ ആ ലോക്കറ്റ് കാരണമാണ് അവൾക്ക് ഇങ്ങനെയുള്ള മെമ്മറീസ് വരുന്നത് എന്നാ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ആ വീട്ടിലുള്ള എല്ലാവരും നമ്മുടെ ബുയോങ്ങിനെ തിരക്കുന്നതാണ്. നമ്മുടെ വളർത്തമ്മ സഹിതം അവിടെയായിട്ട് ജിയാങ് വരുന്നതും അവൻ തിരക്കുമ്പോൾ പറയും ബുയോങ്ങിനെ കാണാനില്ല എന്ന്. അങ്ങനെ നമ്മുടെ ജിയാങ്ങും തിരക്കി ഇറങ്ങും. അവൻ ആദ്യമേ തന്നെ വരുന്നത് ആ കല്ലറയില്ലേ അതിന്റെ അടുത്തായിട്ടായിരുന്നു. എന്നാൽ അവളെ അവിടെ എങ്ങും കാണത്തില്ല. അവൻ അങ്ങനെ നഗരത്തിലൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ബൂയോങ് അവിടെ നിൽക്കുന്ന കാണും. പെട്ടെന്ന് തന്നെ അവൻ വന്നിട്ട് പറയും, നിന്നെ വീട്ടുകാരെല്ലാം തിരക്കുന്നുണ്ട്, നീ എവിടെ പോയേക്കുമായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ബൂയോങ് പറയും, ഞാൻ കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. എന്നാൽ നമ്മുടെ ബൂയോങ്ങിന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ജിയാങ്ങിന് അവളുടെ കാര്യത്തിൽ ചിന്തയുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ക്രൗൺ പ്രിൻസിനെയാ. അവനിപ്പോൾ ഭയങ്കര ഡൗട്ടിലായിരുന്നു. ജിയാങ് അവനെ സംബന്ധിച്ച് ഒരു എതിരാളിയാണോ അതോ ജിന്ന് പറഞ്ഞ് ഇതൊക്കെ ഉണ്ടാക്കുന്നതാണോ എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ജിന്ന് അവനെ വിളിക്കുന്നു എന്ന് പറയും. പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രൗൺ പ്രിൻസ് പറയും, ഇല്ല ഞാൻ ജിയാങ്ങിനെ വൈഫിനെ കാണാൻ വേണ്ടിയിട്ട് പോവുക എന്ന്. കൂട്ടത്തിൽ തന്നെ അവൻ്റെ ആ ഒരു ആമയില്ലേ അതിന് നല്ല സുഖമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ക്രൗൺ പ്രിൻസ് പറയും, ഇതിനെ വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ആക്കണോ എന്ന്. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ ജിയാങ്ങും ബുയോങ്ങും വരും. അവൾ ഈ ആമനെ കാണുന്നതും പറയും, ആമയ്ക്ക് നല്ല തണുക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയാങ് ആണെങ്കിൽ ആ ആമയുടെ വെള്ളമില്ലേ അതങ്ങ് ചൂടാക്കി കൊടുക്കും. ഇതെല്ലാം നമ്മുടെ ക്രൗൺ പ്രിൻസും വന്ന് കാണും. അവൻ എന്നിട്ട് വിചാരിക്കും, അവൻ എനിക്കൊരു എതിരാളിയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ ഇത്ര കൈൻഡ് ആയിട്ടിരിക്കുന്നത്, ഒരിക്കലും അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല എന്ന്. അവിടെ നമ്മുടെ ക്രൗൺ പ്രിൻസിനാണെങ്കിൽ ജിയാങ്ങിന്റെ ഒരു ഇല്യൂഷനൊക്കെ കാണും. അവിടെ ജിയാങ് പറയുന്നതിന് ഞാൻ ഇതെല്ലാം ചെയ്തത് നിനക്ക് വേണ്ടിയിട്ടാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ ജിയാങ്ങും ബുയോങ്ങും കൂടി നടന്നു പോകുന്നിടത്ത് ബുയോങ് ജിയാങ്ങിന്റെ അടുത്ത് താങ്ക് യു പറയുന്നതാ ആ ആമയ്ക്ക് സഹായം ചെയ്തേന്. അതേപോലെ തന്നെ അവൾ അവന്റെ കൈ കോർത്തു പിടിച്ചിട്ട് പറയും, ഞാൻ നിന്റെ കൂടെ എന്നും ഉണ്ടാവും എന്ന്. ഇത് കാണുന്നത് നമ്മുടെ ജിയാങ്ങിനാണെങ്കിൽ മുതോക്കിനെ ഓർമ്മ വരുന്നത്. പെട്ടെന്ന് തന്നെ അവൻ ആ കൈ അങ്ങ് എടുത്ത് മാറ്റും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജിയാങ് ആണെങ്കിൽ വളർത്തമ്മയെടുത്ത് വന്നിട്ട് അവരുടെ കൈയും ഇതേപോലെ പിടിക്കുന്നതാണ്. എന്നിട്ട് അവൻ നോക്കും. എങ്കിലും അവനാണെങ്കിൽ ബുയോങ്ങിന്റെ കയ്യിൽ പിടിച്ച ആ ഒരു ഫീല് ഈ വളർത്തമ്മയുടെ കൈ പിടിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന്. അവിടെ നമ്മുടെ വളർത്തമ്മയാണെങ്കിൽ ജിയാങ്ങിനെ നല്ലതുപോലെ ഉപദേശിക്കും, നീ നിന്റെ ഭാര്യനെ നന്നായിട്ട് നോക്കണം, അവളെ നീ സംരക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ബുയോങ്ങിന്റെ അമ്മ അവളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നയാ. എന്നിട്ട് പറയും, നീ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വരണോ എന്ന്. എന്നാൽ ബുയോങ് പറയും, അതിന് പറ്റത്തില്ല, ഞാനിപ്പോൾ കല്യാണം കഴിച്ചതല്ലേ, ഞാനിപ്പോൾ ജിയാങ്ങിന്റെ കൂടെ തന്നെ നിൽക്കണോ എന്ന്. എന്നാൽ അവളുടെ അമ്മ അത് സമ്മതിക്കാൻ ഒട്ടും റെഡി ആവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജിയാങ്ങിനെയാ. അവനാണെങ്കിൽ മാസ്റ്റർ ലീനെ കാണും. അവിടെ വെച്ചിട്ട് അവൻ അറിയും, അതായത് മാസ്റ്റർ ലീ ആണ് നമ്മുടെ ബുയോങ്ങിനെ ചികിത്സിച്ചത് എന്ന്. ഇത് കേട്ട് അവൻ ഭയങ്കര ഷോക്കായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ജിയാങ് ആണെങ്കിൽ തിരിച്ചവന്റെ വീട്ടിലോട്ട് വരാൻ നേരത്ത് ബുയോങ് അവനെ കണ്ട് സംസാരിക്കാൻ വരുന്നയാ. അവള് പറയും, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുക എന്ന്. അവിടെ നമ്മുടെ ജിയാങ് അവളുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവത്തില്ല. അതുകൊണ്ട് തന്നെ അവള് ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോവും. പിന്നീട് ജിയാങ് ആണെങ്കിൽ വളർത്തമ്മയുടെ ഒന്ന് ചോദിക്കുമ്പോൾ അവരാ പറയുന്നത്, നീ എന്തായിരുന്നാലും നല്ല പരിപാടിയാണ് കാണിച്ചത്. ബുയോങ് അവളുടെ വീട്ടിൽ പോയി അവളുടെ അമ്മ അവളെ വിളിച്ചുകൊണ്ടുപോയി, നീ അവളുടെ കൂടെ ചെന്നില്ല എന്നുണ്ടെങ്കിൽ അവളെ അവളുടെ അമ്മ വീട്ടിൽ കൊണ്ടുപോകുന്നാ പറഞ്ഞിരുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സോളാണെങ്കിൽ ബുയോങ്ങിന്റെ അമ്മനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നയാ. എന്നിട്ട് അവള് പറയും, നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ആ മോളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യഥാർത്ഥ മകളൊന്നും അല്ല, എനിക്കറിയാം യഥാർത്ഥ ബുയോങ് ആരാ എന്ന്. ഇത് കേൾക്കുന്നതും അവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ ബുയോങ് അവളുടെ ആ തോഴിമാരൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് നടന്നു വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ ബുയോങ്ങിന്റെ അമ്മയാണെങ്കിൽ സോളിനിട്ട് നല്ലൊരു അടിയങ്ങ് വെച്ചു കൊടുക്കും. അവളവിടെ ബോധം കെട്ട് വീഴും. അതേസമയം തന്നെ നമ്മുടെ ബുയോങ് നടന്നു വരും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ജിയാങ്ങും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ പാർക്കില്ലേ, അയാൾക്കാണെങ്കിൽ നല്ല സുഖമില്ലായിരുന്നു. അത് നമ്മുടെ വളർത്തമ്മ അറിയും. അവർ പെട്ടെന്ന് തന്നെ അയാളെ നോക്കാൻ വേണ്ടിയിട്ട് വരും. അവിടെ നമ്മുടെ പാർക്ക് ചോദിക്കുന്നത്, നീ അപ്പം മാസ്റ്റർലീനെ കാണാനല്ലേ പോയത്, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവിടെ നമ്മുടെ വളർത്തമ്മ പറയുന്നത്, ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഞാൻ നിങ്ങളെ നല്ലതുപോലെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് പാർക്കിനെ നല്ലതുപോലെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും. അവിടെ നമ്മുടെ പാർക്ക് പറയും, എനിക്ക് അസുഖം കുറയുന്നത് വരെ നീ ഇവിടെ തന്നെ നിൽക്കണം
വിളിക്കണോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സിയോങ്ങിന്റെ അടുത്തില്ലേ, അവന്റെ അടുത്ത് നമ്മുടെ സോളിന്റെ അസിസ്റ്റന്റ് ഒരുത്തം വന്നിട്ട് പറയുന്നതാ, സോൾ ആണെങ്കിൽ ജിൻ ഫാമിലി പോയായിരുന്നു, അവൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന്. പോരാത്തതിന് അവ സത്യമെല്ലാം പറയും. അവിടെയുള്ള ആ ബുയോങ് എന്ന് പറഞ്ഞ പെൺകുട്ടി നമ്മളുടെ ആ സ്കൂളിൽ നിന്ന് വന്ന കണ്ണ് കാണാത്ത പെൺകുട്ടി തന്നെയായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സിയോങ്ങിനെല്ലാം മനസ്സിലാവും, അതായത് ഈ ബുയോങ് എന്ന് പറഞ്ഞ വേറെ ആരുമല്ല നമ്മുടെ മുതോക്ക് തന്നെയാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജിയാങ്ങും ബുയോങ്ങും കൂടി വന്നിട്ട് അവളുടെ അമ്മയടുത്ത് പറയുന്നതാ, ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു റൂം വേണം, ഞങ്ങൾ ആദ്യമായിട്ടല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടേക്ക് വന്നത് എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ക്രൗൺ പ്രിൻസ് ആണെങ്കിൽ ജിന്നിന്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നതാ. അവിടെ അയാൾ പറയുന്നത് തന്നെ ആ ജിൻ ഫാമിലിനെ ഞാനൊരു ഫയർ ബേർഡിനെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ പോവുക എന്നാ. ഇത് കേൾക്കുന്നേ ക്രൗൺ പ്രിൻസിനെ കൊണ്ട് ശരിയായിട്ട് തോന്നുന്നില്ല. അവൻ പറയും ഞാൻ ഒരിക്കലും ഇതിന് കൂട്ട് നിൽക്കത്തില്ല എന്ന്. എന്നാൽ നമ്മുടെ ജിന്നാണെങ്കിൽ ക്രൗൺ പ്രിൻസിനെ ഭയങ്കരമായിട്ട് വരട്ടാൻ തുടങ്ങും. അതായത് നമ്മുടെ ജിയാങ്ങിന്റെ സത്യമില്ലേ അയാൾ എല്ലാവരുടെ പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ബുയോങ്ങിന്റെ അമ്മയാണെങ്കിൽ സോളിനെ പിടിച്ചെടുത്തിട്ട് ചോദിക്കുന്നത്, നിനക്ക് യഥാർത്ഥത്തിൽ എന്റെ മോളെ പറ്റി എന്തുവാ അറിയാവുന്നേ? അപ്പൊ നമ്മുടെ സോള് പറയും, എനിക്കറിയാം നിങ്ങളുടെ മോള് വേറെ ആരുമല്ല ആ നക്സു തന്നെയാ എന്ന്. ഇത് കേട്ടിട്ട് നമ്മളുടെ ബുയോങ്ങിന്റെ അമ്മ ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ബുയോങ്ങും ജിയാങ്ങും കൂടി നടക്കാനായിട്ട് ഇറങ്ങുകയാണ്. അവിടെ ആൾക്കാരെ കാണുന്നത് നമ്മുടെ ബുയോങ് പെട്ടെന്ന് തന്നെ ജിയാങ്ങിനെ പിടിച്ചുകൊണ്ട് ഒളിക്കാനായിട്ട് ഇറങ്ങും. അപ്പൊ നമ്മുടെ ജിയാങ് നോക്കും, നീ എന്തുവായി കാണിക്കുന്നേ എന്ന്. അപ്പൊ ബുയോങ് പറയും, ആൾക്കാരെ കണ്ട് ഒളിച്ചൊളിച്ച് എനിക്കതങ്ങ് ശീലമായി പോയി എന്ന്. അവിടെയായിട്ട് ബുയോങ് ജിയാങ്ങിന്റെ കയ്യിലായിട്ട് മുതൊക്കെ എങ്ങനെയാണോ പിടിക്കുന്നത് അതേപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നതും നമ്മുടെ ജിയാങ്ങിന് ഒരുമാതിരി ഫീൽ ചെയ്യും. അവരാണെങ്കിൽ അവളുടെ കണ്ണിൽ തന്നെ നോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവൻ അവളുടെ അടുത്ത് പറയും, എനിക്ക് നിന്നെ കാരണം ഭ്രാന്ത് പിടിക്കുമെന്നാ തോന്നുന്നേ എന്ന്. അവിടെ നമ്മളുടെ ബുയോങ് പറയും, നീയാണെങ്കിൽ ഏത് പെൺകുട്ടിയുടെ ഓർമ്മയിലാണ് നിൽക്കുന്നത്, ഞാൻ വേണമെങ്കിൽ അവളെ മറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാം, അവൾ എന്തൊക്കെയാണോ ചെയ്തത് ഞാൻ അതെല്ലാം ചെയ്തു തരാൻ വേണ്ടിയിട്ട് റെഡിയാണ്. ഇതൊക്കെ കേൾക്കുന്നതിന് നമ്മളുടെ ജിയാങ് പറയും, അതിന്റെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല എന്ന്. അതേസമയം തന്നെ അവിടേക്ക് നമ്മുടെ സിയോങ് വരും. അവൻ വന്നിട്ട് പറയും, ഞാൻ ഇവിടേക്ക് ഒരാളെ തേടിയാ വന്നത് എന്ന്. അതേസമയം തന്നെ നമ്മുടെ ബുയോങ്ങിന്റെ അമ്മയാണെങ്കിൽ സോളിനെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യുമായിരുന്നു. അവളുടെ അടുത്ത് ചോദിക്കും, ഇതെല്ലാം നിനക്ക് എങ്ങനെ അറിയാവുന്നത്, ആ ജിന്ന് പറഞ്ഞിട്ടാണോ? ഇത് കേൾക്കുന്നതിന് നമ്മളുടെ സോളാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കത്തില്ല. അവിടെയായിട്ട് നമ്മുടെ ഈ ബുയോങ്ങിന്റെ അമ്മ ഇവക്ക് വിഷം കൊടുക്കാനായിട്ട് ഇറങ്ങും. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മളുടെ ജിയാങ് വരും. അവൻ വന്നിട്ട് പറയും, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം, നിങ്ങളുടെ സീക്രട്ട് റൂമിലോട്ട് എന്നെ ഒന്ന് കൊണ്ടുപോകണം. അങ്ങനെ നമ്മുടെ ബുയോങ്ങിന്റെ അമ്മ അവനെ കൊണ്ടുപോകാനായിട്ട് ഇറങ്ങും. ആ തക്കം നോക്കിയിട്ട് നമ്മളുടെ സിയോങ്ങും അതേപോലെ തന്നെ ബുയോങ്ങും കൂടി വന്നിട്ട് സോളിനെ രക്ഷിക്കാനായിട്ട് ഇറങ്ങും. അവിടെ സോള് നമ്മളുടെ ബുയോങ്ങിന്റെ അടുത്ത് ചോദിക്കും, നീ യഥാർത്ഥത്തിൽ ബുയോങ് തന്നെയാണോ, നീ അങ്ങനെ തന്നെയാണോ വിചാരിക്കുന്നത് എന്ന്. എന്നാൽ നമ്മുടെ ബുയോങ് ഒന്നും പറയത്തില്ല. സിയോങ് അവളെ എടുത്തോണ്ടങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ബുയോങ്ങിന്റെ അമ്മയാണെങ്കിൽ നമ്മുടെ ജിയാങ്ങിന് ആ ഫയർ ബേർഡിന്റെ ആത്മാവില്ലേ അതിനെ കാണിച്ചു കൊടുക്കുന്നതാ. അവിടെ നമ്മുടെ ജിയാങ്ങും അതേപോലെ ബുയോങ്ങിന്റെ അമ്മയും തമ്മിൽ ചെറിയൊരു വഴക്കാവും. നമ്മുടെ ജിയാങ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ബുയോങ് നമ്മളുടെ ജിയാങ്ങിന്റെ അടുത്ത് പറയുന്നതാ, സിയോങ് ഒരാളെ രക്ഷിക്കാൻ വന്നില്ലേ, അതൊരു പെൺകുട്ടിയായിരുന്നു, അവളുടെ പേര് സോൾ എന്നായിരുന്നു എന്ന്. അതേസമയം തന്നെ നമ്മുടെ സോളാണെങ്കിൽ സിയോങ്ങിന്റെ അടുത്ത് പറയും, യഥാർത്ഥത്തിൽ അത് ബുയോങ് അല്ല, ബുയോങ്ങിന്റെ ദേഹത്ത് ഉള്ള ആത്മാവായിട്ടുള്ള നക്സു ആണ് എന്ന്. അവൾ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ സിയോങ് നല്ല ഷോക്കായിരുന്നു. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ ബുയോങ് വരും. ഇവളെ കാണുന്നത് നമ്മളുടെ സിയോങ്ങിന് ഓർമ്മ വരുന്നത് പണ്ടത്തെ നക്സുവിനെയാണ്. അവൻ അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ബുയോങ് വന്നിട്ട് ചോദിക്കും, നീ ഓക്കെ അല്ലേ എന്ന്. എന്നാൽ നമ്മുടെ സിയോങ് അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഞാനിപ്പോ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, യഥാർത്ഥത്തിൽ സിയോങ്ങിന് നക്സുവിനെ ഭയങ്കര ഇഷ്ടമല്ലേ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ വളർത്തമ്മ വന്നിട്ട് ജിയാങ്ങിന്റെ അടുത്ത് പറയുന്നതാ, അതായത് അവർ കല്യാണം കഴിക്കാൻ പോവുക എന്ന്. അതും വേറെ ആരെയല്ല, നമ്മുടെ പാർക്കിനെ തന്നെയാണ്. ഇത് കേൾക്കുന്നത് നമ്മുടെ ജിയാങ് ഭയങ്കര ഷോക്കാവും. അവിടെ രണ്ടുപേരും ഭയങ്കര ഇമോഷണൽ ആയിട്ട് കെട്ടിപ്പിടിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ പാർക്കിനെയാ. അയാളാണെങ്കിൽ അവിടെയായിട്ടൊരു മീറ്റിംഗ് തന്നെ കണ്ടക്ട് ചെയ്യും. അതായത് അയാളുടെ സ്കൂളിന്റെ അടുത്തായിട്ട്. അവിടെയായിട്ട് എല്ലാവരും ഒരു കേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രാഗന്റെ ഒരു ബേർഡ് ഇല്ലേ, അതിന്റെ ഒരു ശില്പം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ വീണാലും അവിടുത്തെ വെള്ളമെല്ലാം വലിച്ചെടുത്ത് അവിടെ വരൾച്ച ഉണ്ടാക്കുന്ന ടൈപ്പ് കേഴ്സ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതെല്ലാവരും കണ്ടുപിടിച്ചെല്ലാം കൂട്ടിവെക്കും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ പാർക്കിന്റെ കല്യാണത്തിന് എല്ലാവരും അയാളെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ സിയോങ്ങിന്റെ അങ്കിളില്ലേ, അയാളെ ആയിരുന്നു. അയാളിപ്പോ ഒരു ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്നാൽ അയാൾ വിചാരിച്ചതുപോലെ വലിയൊരു ബോട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അയാൾ അവിടെ നിൽക്കുന്ന ആൾക്കാരത്ത് പറയും, പെട്ടെന്ന് തന്നെ കുറച്ച് ബോട്ടുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്യണം എന്ന്. അതേപോലെ തന്നെ കാണിക്കും ഇവന്റെ ആൾക്കാരാണെങ്കിൽ ഓരോ ബോട്ടിനകത്ത് വന്നിട്ട് കുറച്ച് ഈ ഡ്രാഗന്റെ ബേർഡിന്റെ ആ ശില്പം ഇല്ലേ അതിനെ വെള്ളത്തിലെല്ലാം വലിച്ചെറിയുന്നത്. അതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ആ വെള്ളമെല്ലാം വറ്റിപ്പോവാൻ വേണ്ടിയിട്ട്. ഇവരുടെ പ്ലാൻ എന്തുവാന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നേ ജിയാങ് വന്നിട്ട് നമ്മുടെ മാസിലെടുത്ത് പറയുന്നതാ, അവൻ ഈ ഒരു പ്രശ്നത്തിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് എന്ന്. അവിടെ
മാസ്റ്റർ ലീ പറയും, നീ എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നീ രാജാവായിട്ട് മാറും. എനിക്ക് നന്നായിട്ടറിയാം കിങ് സ്റ്റാറോട് കൂടി ജനിച്ചത് വേറെ ആരുമല്ല, അത് നീ തന്നെയാ എന്ന്. അവിടെയായിട്ട് നമ്മുടെ ജിയാങ് ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ പാർക്കാണെങ്കിൽ അവൻ്റെ അടുത്ത് സത്യമെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട് അവൻ്റെ അച്ഛനും രാജാവും തമ്മിൽ സോൾ ഷിഫ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെയാണ് നീ ജനിച്ചത്, അതുകൊണ്ടാണ് നിനക്ക് കിങ് സ്റ്റാർ ഉള്ളത് എന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ജിയാങ് ഭയങ്കരമായിട്ട് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ പാർക്കാണെങ്കിൽ ജിയാങ്ങിനെ നന്നായിട്ട് വാൺ ചെയ്യും. അതായത് നീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അവസാനം വലിയൊരു പ്രശ്നത്തിലായിരിക്കും വന്ന് അവസാനിക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് എല്ലാ മേഘസും കൂടി ചേർന്നിട്ട് ആ ഫയർ ബേർഡിന്റെ ആ സ്റ്റാച്ചു ഇല്ലേ, അതെല്ലാ പുഴയെന്ന് കണ്ടുപിടിക്കുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ പാർക്ക് വന്നിട്ട് ബൂയോങ്ങിന്റെ അടുത്ത് ചോദിക്കും, നിനക്ക് യഥാർത്ഥത്തിൽ എനർജി കാണാൻ പറ്റുമോ എന്ന്. അവിടെ ബൂയോങ് അതേ എന്ന് പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ബൂയോങ് ഇങ്ങനെ വെള്ളത്തിൽ പോകാൻ നേരത്ത് അവിടെയായിട്ട് ഒരു പാലം കാണുന്നതും അവൾ അതിൽ പിടിച്ച് കയറാൻ വേണ്ടി നോക്കുന്നതാ. പെട്ടെന്ന് തന്നെ അവൾക്ക് ഓർമ്മ വരും, അവൾ മുമ്പ് ഇതേപോലെ ചെയ്തിട്ടുണ്ട് എന്ന്. അവൾക്ക് മനസ്സിലാവത്തില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന്. അതേപോലെ തന്നെ നമ്മുടെ ബൂയോങ് ആണെങ്കിൽ ആ നക്സും ജിയാങ് കൂടി വന്ന് നിന്ന് ഒരു മരത്തിന്റെ മുമ്പിലില്ലേ അവിടെ വന്ന് നോക്കും. യഥാർത്ഥത്തിൽ ജിയാങ് ഇതിനെപ്പറ്റി അവളുടെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മളുടെ ബൂയോങ്ങിന് ഓർമ്മ വരും, അതായത് അവള് പണ്ട് ഈ മരത്തിന്റെ മുകളിലായിട്ട് കയറിയിട്ടുണ്ട് എന്ന്. എന്നാൽ അവൾക്ക് എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയത്തില്ല. അവിടെയായിട്ട് നമ്മുടെ ജിയാങ്ങും വരും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സിയോങ്ങിനെയായിരുന്നു. അവനിപ്പോ നല്ല പെയിൻ എടുക്കുന്നുണ്ടായിരുന്നു. സോള് വന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് എന്താ പ്രശ്നമെന്ന്. എന്നാ നമ്മുടെ സിയോങ് പറയും, എനിക്കിനി നിന്റെ സഹായത്തിന്റെ ആവശ്യമില്ല എന്ന്. എന്നാ സോള് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ നിനക്ക് മെഡിസിൻ കൊണ്ടുതരാം, അത് കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് പെയിൻ നല്ലതുപോലെ കുറയും. അവിടെയായിട്ട് നമ്മുടെ ജിൻ അറിയും, അതായത് ഇപ്പൊ സോളിനെ കാണാനില്ല എന്ന്. അങ്ങനെ ജിന്നിന്റെ ആൾക്കാരെ പറഞ്ഞു വിട്ട് സോളിനെ അന്വേഷിക്കാൻ പറയും. അതേസമയം തന്നെ നമ്മുടെ സിയോങ് ആണെങ്കിൽ സോളിനെ വേറൊരു സ്ഥലത്തോട്ട് പറഞ്ഞു വിടാൻ നോക്കുമായിരുന്നു. അവൻ പറയും, നീ വേറെ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കുക എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ സിയോങ് ആണെങ്കിൽ നക്സുവിന്റെ ആ ഒരു ഓടക്കുഴലില്ലേ അതിനെ എടുത്തു വെച്ചിട്ട് അവനങ്ങ് നശിപ്പിച്ച് കളയുന്നതാ. എന്നിട്ട് വിചാരിക്കും അവളെ ഇന്ന് ഞാൻ തീർക്കുക തന്നെ ചെയ്യൂ എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ സിയോങ് ആണെങ്കിൽ ബൂയോങ്ങിനെ വിളിച്ചുകൊണ്ട് ഒരു നദിയുടെ അടുത്തായിട്ട് വരുന്നതാണ്. അവിടെ വെച്ചിട്ട് അവൻ ഇവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഇന്ന് ഞാൻ ഇതിനൊരു അന്ത്യം കുറിക്കുമെന്നും പറഞ്ഞിട്ട് അവനവന്റെ വാളെടുത്ത് 2 പേർക്കും കൂടി അങ്ങ് കുത്തുകൊടുക്കും. എന്നാൽ ഇതെല്ലാം നമ്മുടെ സിയോങ് മനസ്സിൽ വിചാരിക്കുന്നതായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ ജിന്നിന്റെ ആൾക്കാരില്ലേ അവര് നമ്മുടെ സോളിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവളെ പിടിച്ചോണ്ട് വന്ന് നല്ലതുപോലെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങും. അത് നമ്മളുടെ സോളിന്റെ അസിസ്റ്റന്റ് കാണും. അവൻ നേരെ വന്നിട്ട് നമ്മുടെ സിയോങ്ങിന്റെ അടുത്ത് പറയും, എന്റെ ലേഡീനെ ഒന്ന് രക്ഷിക്കണം, അവളിപ്പോ ഭയങ്കര അപകടത്തില്ല എന്ന്. അതേസമയം തന്നെ നമ്മുടെ ബൂയോങ് വന്നിട്ട് ജിയാങ്ങിന്റെ അടുത്ത് പറയും, സിയോങ്ങിന്റെ അവസ്ഥ ഇപ്പൊ ഭയങ്കര മോശമാണ്, അവന്റെ കയ്യിൽ ഇപ്പൊ ഒട്ടും എനർജി ഇല്ല, അവന്റെ ദേഹത്തായിട്ട് ഒരു പ്രത്യേകതരം വോമിനെ ഞാൻ കണ്ടായിരുന്നു, അതാണെങ്കിൽ അവന്റെ ആ ഒരു എനർജീനെ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുക എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ സിയോങ് ആണെങ്കിൽ സോളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്ത് വരുന്നതാണ്. അവനവിടെ നല്ലതുപോലെ ഫൈറ്റ് ചെയ്യും. അവന്റെ മാക്സിമം എനർജി എടുത്തിട്ട് എല്ലാവരോടെ ഫൈറ്റ് ചെയ്യുന്നതും അവന്റെ എനർജി എല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അവന്റെ നെഞ്ചിൽ നല്ലതുപോലെ വേദന എടുക്കാൻ തുടങ്ങും. അവന്റെ കണ്ണിലായിട്ട് റെഡ് കളർ കാണുന്നതും അവിടെ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവും, അതായത് സോളിന്റെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു വേം ആണെങ്കിൽ ഇപ്പൊ നമ്മളുടെ സിയോങ്ങിന്റെ ദേഹത്താണ് ഉള്ളത് എന്ന്. അവനത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സോളാണെങ്കിൽ ഇവന്മാരെ തടയാൻ വേണ്ടിയിട്ട് അയാളുടെ കാലിലായിട്ട് അവളൊരു കത്തി എടുത്തങ്ങ് കുത്തും. ഉടനെ തന്നെ ഇയാളാണെങ്കിൽ നമ്മുടെ സോളിനെ വലിച്ചെടുത്തങ്ങ് എറിയും. നമ്മുടെ സോളിന് അപകടം പറ്റാൻ പോകുന്നത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ സിയോങ് ആണെങ്കിൽ അവളെ കവർ ചെയ്ത് വന്ന് നിൽക്കും. അവന്റെ മുഖത്തായിട്ട് നല്ലൊരു പരിക്കും പറ്റും. അവിടെ നമ്മളുടെ സോളാണെങ്കിൽ ഇവനെ നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കുന്നത് തന്നെ, അവസാന നിമിഷം ഇവനെ കാണുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, എന്റെ വേൾഡ് അവസാനിക്കുന്നത് തന്നെ ഇവനെ കണ്ടുകൊണ്ടാണല്ലോ എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ എങ്ങും മരിച്ചു പോകും. സിയോങ്ങിന്റെ ശക്തിയെല്ലാം വീക്കാണെന്ന് കണ്ടിട്ട് അവന്മാര് സിയോങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതും കറക്റ്റ് സമയത്ത് തന്നെ അവിടേക്ക് നമ്മളുടെ ജിയാങ് വരും. അവനാണെങ്കിൽ നമ്മളുടെ സിയോങ്ങിനെ കയറി പിടിച്ചിട്ട് ചോദിക്കും, നിനക്ക് എന്ത് പറ്റിയെന്ന്. സിയോങ് അവിടെ നമ്മുടെ ജിയാങ്ങിന്റെ അടുത്ത് സോറി പറഞ്ഞ് അവനങ്ങ് ബോധം കെട്ട് വീഴും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയാങ് അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, ഇവിടെയുള്ള ഒറ്റ മനുഷ്യനും ഇന്ന് ജീവനോടെ പോവത്തില്ല എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.